സർവവിധത്തിലും ഉഗ്ര സ്വരൂപിയായിട്ട് ശോഭിക്കുന്നതായ നരസിംഹമൂർത്തി, ആ ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ എന്തു മാർഗം എന്ന് ബ്രഹ്മാദിദേവന്മാര് മാറി മാറി ചർച്ച ചെയ്തു. സ്വതവേ ഭഗവാൻ അവതരിച്ചാൽ മുൻപിൽ ചെന്ന് സ്തുതിക്കുന്ന ആളാണ് ബ്രഹ്മാവ്. ബ്രഹ്മദേവൻ സ്തുതിക്കാൻ മിടുമിടുക്കന, അതിഗംഭീര സ്തുതിയുടെ ആളാ ബ്രഹ്മാവ്. ഭാഗവതം വായിക്കണ ആൾക്കറിയാം, ബ്രഹ്മാവ് സ്തുതിക്കാൻ തുടങ്ങിയാൽ ഒരു 3.5 പേജെങ്കിലും ചുരുങ്ങിയതുണ്ടാവും. അത്ര ഗംഭീരായിട്ടുള്ള സ്തുതിയാ. പക്ഷേ ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോ ഏറ്റവും അധികം ഭഗവാനെ സ്തുതിക്കാനും അടുത്തു പോവാനും പേടിച്ചത് ബ്രഹ്മാവ. കാരണം താനാണ് ഹിരണ്യകശിപുവിന് ഈ കുരുത്തം കെട്ട വരൊക്കെ കൊടുത്തത്. അപ്പോ ദൂരത്ത് നിന്ന് സ്തുതിച്ചാൽ ഭഗവാൻ കേൾക്കില്ല. ഭഗവാന്റെ ഘോരഘോരമായിട്ടുള്ളതായ ആ ഗർജനം ദിഗന്തരങ്ങള് മുഴുവൻ മുഴങ്ങുമ്പോ തങ്ങളുടെ സ്തുതിയൊന്നും ചിലപ്പോ കേൾക്കാൻ ചാൻസ് ഇല്ല. എന്നാ അടുത്തു പോയിട്ട് വേണം സ്തുതിക്കാൻ. അടുത്തു പോവാൻ ധൈര്യമില്ല. അതുകൊണ്ട് ഭാഗവതത്തിൽ പറഞ്ഞു, ന അതിദൂരചരാ പൃഥക്, അധികം ദൂരത്തല്ലാതെ നിന്ന് ഭഗവാനെ സ്തുതിച്ചു. അധികം ദൂരത്തല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ നരസിംഹമൂർത്തി ഒരു ചാട്ടം ചാടിയാലും പിടികിട്ടരുത്, ഓടാൻ പറ്റണം. ആ പാകത്തിന് സകലരും സിദ്ധഗന്ധർവ ചാരണ പന്നക കിന്നരാദികൾ എല്ലാവരും നരസിംഹമൂർത്തിയെ സ്തുതിച്ചു. ഒടുവിൽ ഭഗവാനെ ഇടത്തും വലത്തുമായി വൈകുണ്ഠത്തിൽ സദാസമയവും സേവിക്കുന്ന ഭഗവാന്റെ പരിചാരകന്മാരായ ദ്വാരപാലകന്മാര്, ഭഗവാന്റെ പാരുഷതന്മാര്, അവരെപ്പോഴും വൈകുണ്ഠത്തില് ഭഗവാനെ കാണണതാ. ഏതു ഭാവത്തില്? ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം യോഗിഹൃദ്ധ്യാനഗമ്യം യോഗിഹൃദ്ധ്യാനഗമ്യം. ലേ, യോഗീശ്വരന്മാര് ശബ്ദം ഉണ്ടാക്കരുത്. ശാന്തമായ അന്തരീക്ഷത്തില്, ഒരു ശബ്ദവുമില്ലാത്ത ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ശമദമാദികളെ കൊണ്ട് ഹൃദയത്തെ പവിത്രമാക്കി, പ്രാണായാമാദികളെ കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ച് ആ ഹൃദയത്തില് എത്രയോ കാലം തപസ് ചെയ്ത് സാക്ഷാത്കരിക്കുന്നു നിർഗുണ നിരാകാര സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ വിഷ്ണു ചൈതന്യത്തെ. ശാന്താകാരം. അങ്ങനെ ശാന്തസ്വഭാവികളായ സജ്ജനങ്ങൾക്ക്, ശാന്തസ്വഭാവികളായ യോഗീശ്വരന്മാർക്ക് മാത്രം ഹൃദയത്തിൽ കാണാൻ സാധിക്കുന്ന അതിശാന്തസ്വരൂപനായ ആ ഭഗവാനാണ് ഈ നരസിംഹമൂർത്തി എന്ന് വിഷ്ണു പാർഷദന്മാർക്ക് എങ്ങനെ അങ്ങ് തലയിൽ കയറണില്ല. ഇത് ഭഗവാനാവൂ അല്ലേ? ഗുരുവായൂര് പോണ ആൾക്കാര് ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ കൊടിമരത്തിന്റെ അടുത്തെത്തുമ്പോ ഒന്ന് മുകളിലേക്ക് നോക്കുക. അവിടെ ഒരു ഫോട്ടോ കാണാം നിങ്ങൾക്ക് അല്ലേ? കണ്ടിട്ടില്ലേ? എന്താ ഫോട്ടോ? അതിഗംഭീരായിട്ടുള്ളൊരു നരസിംഹമൂർത്തിയുടെ ഫോട്ടോ ഉണ്ട്. അത് അത്ര പെട്ടെന്നൊന്നും കണ്ണിൽ പെടില്ല. പക്ഷേ കുറച്ചു സമയം നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ നരസിംഹമൂർത്തിയുടെ രൗദ്രഭാവം നിങ്ങൾക്ക് ബോധ്യാവും. അപ്പൊ എന്തു വേണമെന്നറിയോ? ആ ഉഗ്ര നരസിംഹമൂർത്തിയുടെ രൂപത്തെ ഒന്ന് നോക്കുക. എന്നിട്ടോ അവിടുന്ന് നേരെ തലയൊന്ന് താഴ്ത്തി നേരെ അകത്തേക്കൊന്ന് നോക്കുക. നോക്കുമ്പോ അവിടെ ഒരു കയ്യില് പൊന്നോടക്കുഴലും ഒരു കയ്യില് കദളിപ്പഴവും പട്ടുകോണകവും മരമണിയും ചാർത്തി ചിരിച്ചുകൊണ്ടൊരു ഉണ്ണികൃഷ്ണനുണ്ട്. നമ്മൾ വിശ്വസിക്കോ? ഈ പട്ടുകോണ കൊടുത്തിരിക്കുന്ന ഈ ഉണ്ണികൃഷ്ണനാണ് ഈ നരസിംഹമൂർത്തി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതുപോലെ ഭഗവാന്റെ പാർഷദന്മാര് ഭഗവാനോട് പറയണു, അദ്വൈതൽ ഹരിനരരൂപമത്ഭുതം തേ. ഭഗവാനെ, ഞങ്ങൾ ഇത്ര കാലം അങ്ങയെ ഇടത്തും വലത്തുമായി സേവിച്ചിട്ടും ഇത്ര ക്രോധമുള്ള ഒരാളാണ്
ഇങ്ങനൊരു ഉഗ്രരൂപിയാണ് അങ്ങ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ശാന്തനാവണേ, ശാന്തനാകണേ എന്ന് ആ പാരുഷദന്മാര് സ്തുതിച്ചിട്ടും ഭഗവാന്റെ ക്രോധത്തിൽ ഒരു തരത്തിലുള്ളതായ കുറവുണ്ടായില്ല. ഇനിയിപ്പോൾ എന്തു വേണം? ഇങ്ങനെ ഭഗവാൻ കുറച്ച് സമയം ഉഗ്രരൂപിയായിട്ട് നിന്നാൽ മഹാദേവന്റെ പണി പോവും. എന്താ മഹാദേവന്റെ പണി? സംഹാരം. അതിപ്പോ ഭഗവാൻ തന്നെ അങ്ങ് തീർക്കും. അതുകൊണ്ട് എന്തു വേണ്ടു എന്ന് എല്ലാവരും കൂടി ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ഒരു അടിയന്തര മീറ്റിംഗ് അവിടെ കൂടി. പലരും പല അഭിപ്രായവും പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, യജ്ഞസ്വരൂപനല്ലേ, സന്തോഷിക്കാൻ വേണ്ടിയിട്ട് യജ്ഞം ചെയ്യാം. അസലായി. ഈ അട്ടഹസിക്കണതിനിടെ പോയിട്ട് ഹോമകുണ്ടം കൂട്ടി യജ്ഞം ചെയ്യാനൊന്നും ആർക്കും ധൈര്യം ഉണ്ടായിരുന്നു വരില്ല. യാഗം ചെയ്യാം, ഹോമം ചെയ്യാം, തപസ് ചെയ്യാം, പൂജ ചെയ്യാം. അതൊന്നും ഇവിടെ ഈ ഒരു സമയത്ത് വിലപ്പോവില്ല. എന്തു വേണം? അപ്പോഴാണത്രേ മീറ്റിംഗിൽ ആരോ ഒരാൾ അഭിപ്രായം പറഞ്ഞത്, സാക്ഷാൽ ശ്രീ പ്രേഷിത മഹാലക്ഷ്മിയോട് പറഞ്ഞാലോ. സ്വതവേ എത്ര ഗൗരവക്കാരനായ ചൂടനായ ഭർത്താവാണെങ്കിലും ഭാര്യ അല്ലേ ഒരു കാപ്പിയൊക്കെ കൊണ്ടു കൊടുത്ത് അതേ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു നോക്കാം. ഉടനെ ബ്രഹ്മാദികൾ പോയി വൈകുണ്ഠത്തിൽ ചെന്ന് മഹാലക്ഷ്മിയോട് പറഞ്ഞു, അമ്മ വളരെ പെട്ടെന്ന് പുറപ്പെട്ടു വരണം, ഭർത്താവ് വല്ലാത്ത ദേഷ്യത്തിലാണ് ഉള്ളത്, ഉഗ്ര അവതാരം എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വന്ന് ഒന്ന് സമാധാനിപ്പിക്കണം. ഞങ്ങളൊന്നും വിചാരിച്ചിട്ട് ഭർത്താവ് സമാധാനിക്കണില്ല. ഇത് കേട്ടപ്പോൾ മഹാലക്ഷ്മിക്കും കുറച്ച് അഹങ്കാരം ഉണ്ടായി. ഇപ്പൊ ഒരാവശ്യം വരുമ്പോൾ മനസ്സിലായല്ലോ ഭാര്യമാരുടെ വില. ഏതായാലും ഞാൻ വരാം എന്ന് മഹാലക്ഷ്മി സമ്മതിച്ചു. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് അണിഞ്ഞൊരുങ്ങി. എന്തിന്? നരസിംഹാവതാരം കാണാൻ വേണ്ടിയിട്ട്. ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവല്ലേ, ഭംഗിയായി അണിഞ്ഞൊരുങ്ങി കാലിലെ പൊഞ്ചിലമ്പൊക്കെ കിലുക്കി സർവ ആഭരണഭൂഷിതയായിട്ട് കയ്യിലൊരു താമരപ്പൂവൊക്കെ എടുത്ത് മഹാലക്ഷ്മി പുറത്തേക്കിറങ്ങി. ബ്രഹ്മാവിനോട് പറഞ്ഞു, പുറപ്പെടാ, നടന്നോളൂ. അല്ല മുമ്പിൽ നടന്നോളൂ. അങ്ങനെ ബ്രഹ്മാവ്, പിറകില് ദേവേന്ദ്രൻ, മഹാദേവൻ, മറ്റ് സിദ്ധഗന്ധർവചാരണന്മാരൊക്കെ മുൻപില്, പിറകില് മഹാലക്ഷ്മി. ഇവർക്കൊക്കെ വേഗം ഇവിടെ എത്തണം എന്നുണ്ട്. ഇതിനങ്ങനെയൊന്നുമില്ല. മരാളി മന്ദഗമനാ മഹാലാവണ്യസേവധി സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത മന്ദഗമന. മഹാലക്ഷ്മിക്ക് സ്പീഡിൽ നടക്കാൻ അറിയില്ല. കാലിൻ്റെ പൊഞ്ചിലമ്പൊന്ന് കിലുക്കും, താമരപ്പൂവൊന്ന് ചുഴറ്റും, ചുറ്റുമുള്ളവരെ കണ്ടുകൊണ്ടൊന്ന് കടാക്ഷിക്കും. അപ്പോഴാണ് നമ്മൾ മഹാലക്ഷ്മിയോട് പറയണത്, എന്ത്? അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരവാംഗലീലാമംഗല്യദാസ്തു. മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുക, എന്ത്? എന്നെ ഒന്ന് നോക്കണേ. അങ്ങനെ കാലിൻ്റെ പൊഞ്ചിലമ്പ് കിലുക്കി ഒരടി വെച്ച്, താമരപ്പൂവെന്ന് ചുഴറ്റി അടുത്തടി വെച്ച്. ബ്രഹ്മാവ് ചോദിച്ചു, കുറച്ച് സ്പീഡ് കൂട്ടിക്കൂടെ? എനിക്കിങ്ങനെ നടക്കാൻ പറ്റും. അങ്ങനെ മഹാലക്ഷ്മി പൊഞ്ചിലമ്പും കിലുക്കി പിറകില്, ബാക്കിയുള്ളവരൊക്കെ മുൻപില് നടന്ന് ആ നരസിംഹാവതാര രംഗത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും മഹാലക്ഷ്മി അത്ഭുതപ്പെട്ടു. ഇപ്പൊ താനാ ഏറ്റവും മുമ്പില്, ബാക്കിയുള്ളവരൊക്കെ പിറകില്. ഇതെന്താ ഇവരൊക്കെ പിറകോട്ട് പോയത്? നിങ്ങൾ വരുന്നില്ലേ? ഇപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇരിക്കണതിനിടയിൽ ഞങ്ങളൊരു ശല്യമാവണ്ട, അല്ല അതന്നെയാ നല്ലത് എന്നും പറഞ്ഞ മഹാലക്ഷ്മി പറഞ്ഞു, ഞാൻ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് വിളിക്കാം, എൻ്റെ വിളി കേട്ടാൽ വന്നാൽ മതി. മഹാലക്ഷ്മിയുടെ വിളി കേൾക്കാൻ കാത്തു നിന്നതാ ബ്രഹ്മാവ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിളി കേട്ടു. വിളിയല്ല, നിലവിളിയാ കേട്ടത്. അദൃഷ്ടാശ്രുതപൂർവത്വാൽ സാനോപേയായ ശങ്കിത. ഹിരണ്യകശിപുവിൻ്റെ ആ കുടൽമാലയെ തൻ്റെ ദംഷ്ട്രകളിൽ തൂക്കിയിട്ട് ഘോരമായി അട്ടഹസിച്ച് നിൽക്കുന്നതായ നരസിംഹരൂപത്തെ കണ്ടപ്പോ കയ്യിലുള്ള താമരപ്പൂ വലിച്ചെറിഞ്ഞ് മഹാലക്ഷ്മി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ആള് മാറിപ്പോയി, ഇതെൻ്റെ ഭർത്താവൊന്നുമല്ല. എൻ്റെ ഭർത്താവിന് ദേഷ്യപ്പെടാനേ അറിയില്ല. കാരണം സാത്വികന, സത്വമൂർത്തിയ.
ഇനി ആരുണ്ട്? ലക്ഷ്മീദേവി പോലും ഭഗവാനെ സമാധാനിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു രംഗത്തില് ഇനി ആരുണ്ട് ഭഗവാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ എന്നെല്ലാവരും നോക്കുമ്പോഴാണ് യാതൊരു നരസിംഹാവതാര രംഗത്തിലാണോ ബ്രഹ്മാദിദേവന്മാര്, ദിഗ്ഗജങ്ങള്, ഇന്ദ്രാദിദേവന്മാര് മുഴുവൻ കിടുകിട വറച്ചത്, അതേ നരസിംഹമൂർത്തിയുടെ തൊട്ടരികിലായി തൊഴുകയ്യുമായി ഭഗവാന്റെ തൃപ്പാദത്തെ മാത്രം കണ്ടുകൊണ്ട് ഹരിനാരായണ നാമം ജപിച്ചു നിൽക്കുന്ന 5 വയസ്സുകാരനായ പ്രഹ്ലാദൻ എന്ന ആ പരമഭാഗവതനെ കണ്ടു. താതാ പ്രശമയോപേഹി സ്വപിത്രേ കുപിതം പ്രഭും. ബ്രഹ്മാദികള് പിറകില് കൂടി പോയി ആ പ്രഹ്ലാദനോട് പറഞ്ഞു, ഉണ്ണി, ഞങ്ങൾക്കൊക്കെ ഇപ്പൊ തോന്നണത് ഭഗവാൻ കാത്തു നിൽക്കുന്നത് ഒരു പക്ഷേ നിന്റെ ഒരു നമസ്കാരത്തിന് വേണ്ടിയാവും. ഭഗവാൻ കാത്തു നിൽക്കുന്നത് ഒരു പക്ഷേ നിന്റെ ഒരു വാക്ക് കേൾക്കാനാവും. നിനക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയൊരു അത്ഭുത രൂപമെടുത്തത് എന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് നമസ്കരിക്കൂ പ്രഹ്ലാദ, ഒന്ന് ചെന്ന് സ്തുതിക്കൂ പ്രഹ്ലാദ, ഒന്ന് ചെന്ന് ആ ഭഗവാനെ സന്തോഷിപ്പിക്കൂ പ്രഹ്ലാദ എന്ന് ബ്രഹ്മാദിദേവന്മാര് തൻ്റെ മുൻപിൽ വന്ന് അപേക്ഷിക്കണത് കണ്ടപ്പോ പ്രഹ്ലാദന് പോലും അത്ഭുതമായി. ഇവർക്കൊക്കെ എന്തായി ഭഗവാനെ ഇത്ര പേടി? ബ്രഹ്മാദിദേവന്മാർക്ക് എന്തായി ഭഗവാൻ ഇത്ര പേടി? പ്രഹ്ലാദൻ നോക്കുമ്പോൾ പേടിക്കാനൊന്നും അതിൽ കാണണില്ല. പക്ഷെ ബ്രഹ്മാവിന് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് പ്രഹ്ലാദനോട് ബ്രഹ്മാവ് പറയാ, പേടിക്കണ്ട കേട്ടോ. ആർക്കാ പേടി? ബ്രഹ്മാവിനാ പേടി. പക്ഷെ പ്രഹ്ലാദനോട് പറയാ, പേടിക്കൊന്നും വേണ്ട, ഈ പുറമെയുള്ള ആ ഒരു രൂപമൊക്കെ ഉള്ളൂ ലേ. പ്രഹ്ലാദ നീ ഇത്ര നൃസിംഹവേഷം തെല്ലും ഭയക്കാതരികത്തു ചെല്ലു, വെഞ്ചാമരത്താടി അഴിച്ചു നോക്കൂ, കാണാമതിൽ രമ്യകിശോരൂപം. ഈ പുറമേയുള്ളതായ വേഷം കെട്ടഴിച്ചാൽ പ്രഹ്ലാദ നീ ആരാധിക്കുന്ന നിന്റെ ജഗത്പ്രഭുവായ നാരായണൻ തന്നെയാണിത്. അതുകൊണ്ട് ഒന്ന് പോയി നമസ്കരിക്കൂ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചതും തഥേതി ശനകൈരാജൻ മഹാഭാഗവതോർഭഗ. രാജസൂയ യാഗരംഗത്തിൽ യുധിഷ്ഠിരാദികളുടെ മുൻപില്, പാണ്ഡവന്മാരുടെ മുൻപില് നരസിംഹാവതാര കഥ പറയുന്ന ശ്രീനാരദ മഹർഷിക്ക് ഈ ഒരു രംഗം എത്തുമ്പോ എന്തൊരു സന്തോഷാറിയോ. ഹേ യുധിഷ്ഠിര, അങ്ങനെ സകലരും നരസിംഹമൂർത്തിയുടെ മുൻപില് സ്തുതിക്കാൻ പറ്റാതെ തോറ്റ് പിൻവാങ്ങിയപ്പോ എൻ്റെ ശിഷ്യനായ പ്രഹ്ലാദനുണ്ടല്ലോ, മഹാഭാഗവതോർഭഗ, മഹാഭാഗവതനായ പരമഭക്തനായ എൻ്റെ ശിഷ്യനായ പ്രഹ്ലാദൻ അന്ന് ആ നരസിംഹമൂർത്തിയുടെ പാദങ്ങളിലേക്കൊരു നമസ്കാരം ഉണ്ടായിട്ടുണ്ട്. ദണ്ഡമായിട്ട് വീണ് നമസ്കരിച്ചു എന്ന് മാത്രല്ല, തൻ്റെ കൈകളെ കൊണ്ട് ഭഗവാന്റെ പൊഞ്ചിലം പണിഞ്ഞ തൃപ്പാദങ്ങളെ മുറുകെ പിടിച്ച് ഭഗവാൻ തന്നോട് ചൊരിയുന്ന കാരുണ്യത്തെ ഓർത്ത് തൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ആ കണ്ണുനീര് കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പൊഞ്ചിലം പണിഞ്ഞ പാദങ്ങളിലേക്ക് പ്രഹ്ലാദൻ ഒന്ന് അഭിഷേകം നടത്തിയതും എവിടെ പോയി എന്നറിയില്ല ഭഗവാന്റെ ക്രോധം. അതുവരെ ഘോരമായി പിളർന്നിരുന്നതായ ഭഗവാന്റെ വായ അവിടെ അടഞ്ഞു. ദംഷ്ട്രകൾ അപ്രത്യക്ഷമായി, നഖായുധങ്ങൾ അകത്തേക്ക് വലിഞ്ഞുപോയി, 12 കൈകൾ അപ്രത്യക്ഷമായി, 4 കൈകൾ അവിടെ ശേഷിച്ചു. പോരാ, അതുവരെ കനൽക്കട്ട പോലെ തിളങ്ങിയിരുന്നതായ ഭഗവാന്റെ ആ ഉണ്ടക്കണ്ണുകള് പ്രഹ്ലാദൻ എന്ന പരമഭാഗവതനോടുള്ള കാരുണ്യം കൊണ്ട് ക്രമേണ ആർദ്രമായി. എന്നു മാത്രല്ല, ഭഗവാന്റെ ആ കണ്ണുകളിൽ നിന്ന് ആനന്ദബാഷ്പം ധാരധാരയായി ഒഴുകി ഭഗവാന്റെ സടാരോമങ്ങളിൽ കൂടി താഴെ നമസ്കരിച്ചു കിടക്കുന്ന പ്രഹ്ലാദന്റെ ശിരസിലേക്ക് ഒരു അഭിഷേകം അവിടെ ഉണ്ടായി. വാരിയെടുത്ത് പ്രഹ്ലാദനെ എടുത്ത് സിംഹാസനത്തിലിരുന്ന് തൻ്റെ മടിയിലേക്ക് ആ പ്രഹ്ലാദനെ ഇരുത്തി. പോരാ, പ്രഹ്ലാദനോടുള്ളതായ വാത്സല്യം അതെങ്ങനെ കാണിക്കണം എന്നറിയാതെ ഒന്ന് വിഷമിച്ചു നരസിംഹമൂർത്തി. പരമഭക്തനായ ആ പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിൻ്റെ രക്തം കൊണ്ട് നനഞ്ഞു കുളിച്ചിരിക്കുന്നതായ തൻ്റെ മാറിടത്തിലേക്ക് ഭഗവാൻ ഗാഠമായിട്ടൊന്ന് ആലിംഗനം ചെയ്തു. യുധിഷ്ഠിര,
ഒരത്ഭുതം ഉണ്ടായി. എന്താ അത്ഭുതം? ആനന്ദസ്വരൂപനാണ് ഭഗവാൻ, അല്ലേ? സാന്ദ്രാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ഇവിടെ ആനന്ദസ്വരൂപനായ ഭഗവാന്, നിത്യാനന്ദമൂർത്തിയായ ഭഗവാന് പ്രഹ്ലാദനെ ആലിംഗനം ചെയ്തപ്പോ ആനന്ദം ഉണ്ടായി എന്നാ, അല്ലേ? അപ്പൊ ആനന്ദസ്വരൂപനായ ഭഗവാൻ ആനന്ദം ഉണ്ടായി പ്രഹ്ലാദനെയാണ് ആലിംഗനം ചെയ്തപ്പോ. കാരുണ്യത്തോടെ പ്രഹ്ലാദനെ കടാക്ഷിച്ചുകൊണ്ട് ഒരു തൃക്കരം ആ പ്രഹ്ലാദന്റെ ശിരസിൽ തലോടിക്കൊണ്ട് മറുകൈ കൊണ്ട് പ്രഹ്ലാദനെ ചേർത്ത് പിടിച്ച് ഭഗവാൻ ഒന്ന് പ്രഹ്ലാദന്റെ മുഖത്തേക്ക് നോക്കി, പ്രഹ്ലാദ ഒന്ന് സ്തുതിക്കൂ, നിന്റെ ഒരു വാക്ക് അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയം മാത്രമായിരുന്നു ഇതുവരെ കണ്ട നാടകമൊക്കെ, ഒന്ന് സ്തുതിക്കൂ പ്രഹ്ലാദ എന്ന ഭാവത്തിൽ ഒന്ന് നോക്കിയപ്പോഴാണ് ബ്രഹ്മാദയ സുരഗണ മുനയോദ സിദ്ധ സത്വൈകതാനമതയോ വജസാം പ്രവാഹി നാരാധിതും പുരുഗുണൈരധുനാ വിപിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരി ഉഗ്രജാതേ. എന്താ ഭഗവാനെ ഇത്? ബ്രഹ്മാദി ദേവന്മാര്, മുനികള്, സിദ്ധഗന്ധർവ ചാരണ പന്നക കിന്നരാദികള് ഇവരെല്ലാവരും മാറി മാറി അങ്ങയെ സ്തുതിച്ചു. ഇവരൊക്കെ മാറി മാറി സ്തുതിച്ചിട്ടടങ്ങാത്ത അങ്ങയുടെ ക്രോധം, അസുരകുലത്തിൽ പിറന്ന വെറുമൊരു 5 വയസ്സുകാരനായ എൻ്റെ സ്തുതി കേട്ടിട്ട് വേണം അടങ്ങാൻ എന്നുണ്ടെങ്കിൽ, അങ്ങ് എൻ്റെ സ്തുതി കേൾക്കണമെന്ന് ആഗ്രഹിക്കണോ എന്നുണ്ടെങ്കിൽ അങ്ങയെ സന്തോഷിപ്പിക്കാൻ ധനം, ആഭിജാത്യം, കുലമഹിമ, വേദ സമ്പത്ത്, തപസ്, വിദ്യ, ധനം, സൗന്ദര്യം ഇതൊന്നുമല്ല വേണ്ടത് എന്നെനിക്ക് ബോധ്യായി. അങ്ങയെ സന്തോഷിപ്പിക്കാൻ, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ, ഗുരുവായൂരപ്പന് സന്തോഷാവാൻ എന്തു വേണം? ഭക്തിയാതുതോഷ ഭഗവൻ, കേവലമായിട്ടുള്ളതായ ഭക്തി. എന്താ കേവല ഭക്തി എന്ന് പറഞ്ഞാൽ? കളവില്ലാത്തതായ ഭക്തി. പ്രഹ്ലാദൻ ഇന്നലെ അസുരപാലകന്മാര് കൂട്ടുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ വിചാരിക്കണ പോലെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഒരു കഷ്ടപ്പാടുമില്ല. അയ്യോ, ചില ആൾക്കാരെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂക്കുപൊത്തുന്നു, കണ്ണടക്കുന്നു, ചെവി അടക്കുന്നു, സമം ദമം തുടങ്ങിയിട്ടുള്ളതായ കഠിനമായ സാധനകൾ അനുഷ്ഠിക്കുന്നു. എന്നിട്ട് ഭഗവാനെ ഒന്ന് കാണാൻ അവർ എത്രയോ കാലം തപസ് ചെയ്യുന്നു എന്ന് പറയുമ്പോ ഇവിടെ പ്രഹ്ലാദൻ പറയുന്നു, നഹ്യച്യുതം പ്രീണയതോ ബഹ്വായാസ്വാസുരാത്മജ പ്രിയതേ അമലയാ ഭക്തിയാ. ഹൃദയത്തില് കളവില്ലാത്ത സ്നേഹം ഭഗവാനോടുണ്ടെങ്കിൽ ആ ഹൃദയത്തിലേക്ക് സദ്യോ ഹൃദ്യവരുധ്യതേ. എപ്പോഴാണോ നമുക്കൊന്ന് അനുഭവിക്കണം എന്ന ആഗ്രഹം, ഒന്ന് കണ്ണടച്ചാൽ ആ നിർമ്മലമായ ഹൃദയത്തില് ഭഗവാനെ അനുഭവിക്കാലോ. ഒരു പ്രയാസവും ഇല്ല. ഈ പറഞ്ഞതായ ഒരു വിഷമവും, ഈ ലോകത്തെ സന്തോഷിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്ന് പറഞ്ഞ പ്രഹ്ലാദൻ ഇവിടെ ഇതാ പറയണു, ഭക്തിയാതുതോഷ ഭഗവൻ. അതിനൊരു ഉദാഹരണം വേണ്ടേ? ഗജയൂഥപായ, ഗജേന്ദ്രനെ പോലെയുള്ളതായ ഭക്തി. ഒരു തരത്തിലുള്ള മഹിമയും അവകാശപ്പെടാനില്ലാത്ത, കാട്ടിൽ അഹങ്കരിച്ച് നടന്നിരുന്നതായ ഒരു സാധാരണ കാട്ടാന, ഒരു ജന്തു, കാലിൽ പിടിച്ചതായ ആ മുതല ഇനി തന്നെ ഈ ജന്മത്തിൽ വിടലുണ്ടാവില്ല എന്ന് കണ്ടപ്പോ, നീ മാത്രമാണ്, നീ എനിക്കൊരു ബന്ധു കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ച ആ ഗജേന്ദ്രന്റെ മനസ്സാകുന്ന, ഹൃദയമാകുന്ന താമരപ്പൂവിനെ തൻ്റെ തൃക്കരത്തിലേക്ക് സ്വീകരിക്കാൻ ചക്രപാണിയായി അവതരിച്ചവനല്ലേ അങ്ങ്? ഉയർന്ന കുലത്തിൽ പിറന്ന ബ്രാഹ്മണനാണെങ്കിലും യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം തുടങ്ങിയിട്ടുള്ളതായ സകല ഗുണങ്ങളും തികഞ്ഞവനാണെങ്കിലും അവൻ അരവിന്ദനാഭനായ പത്മനാഭനായ അങ്ങയോട് വിമുഖത കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അവനേക്കാൾ ശ്രേഷ്ഠൻ ഭക്തിയുള്ള ശോഭജം തന്നെ. പിന്നെ സജ്ജനങ്ങള്, ഭക്തന്മാര് ഭഗവാനെ അങ്ങയ്ക്ക് സന്തോഷാവട്ടെ എന്ന ഭാവത്തില് പല 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 വസ്തുക്കളെയും അങ്ങയ്ക്ക് കൊടുക്കുന്നുണ്ട്, കൊണ്ടു തരുന്നുണ്ട്. പല സാധനങ്ങളും ഭഗവാന് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് നമ്മള്.
പ്രഹ്ലാദൻ ചോദിക്കുക, ശരിക്കും ഈ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ നമ്മുടെ പേരും നക്ഷത്രമൊക്കെ എഴുതി കൊടുക്കണ സാധനമൊക്കെ ആരുടെ സാധന? നമ്മൾ വരുമ്പോ എന്താ കൊണ്ടുവന്നത്? നമ്മൾ വരുമ്പോഴേ ആധാരവും പട്ടികയും നികുതി റെസീറ്റും ഒക്കെ എടുത്തിട്ടാണോ വന്നത്? ഇത്ര ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളതൊക്കെ ആരുടേതാ? ഭഗവാന്റേത്. എങ്കിൽ നമ്മളിപ്പോ ഭഗവാന് എൻ്റെ വക എന്ന് പറഞ്ഞു കൊണ്ടു കൊടുക്കുന്ന സാധനം ശരിക്കും ആരുടേതാ? ഭഗവാന്റെ തന്നെയാ അല്ലേ? അപ്പൊ ഭഗവാന്റെ സാധനം എടുത്തിട്ട് നമ്മള് നമ്മുടെ വക എന്ന് പറഞ്ഞ് ഭഗവാന് കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ അയ്യോ എന്തൊരബദ്ധ അത്. പക്ഷെ പ്രഹ്ലാദൻ പറയണു, പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. ബിംബസ്വരൂപനായ അങ്ങയ്ക്ക് നൽകുമ്പോഴല്ലേ പ്രതിബിംബങ്ങളാകുന്ന ഈ ജീവാത്മാക്കൾക്ക് അതിൻ്റെ ഫലം അങ്ങ് തിരിച്ചു നൽകുന്നത്. ഭഗവാൻ ഇതൊന്നും സ്വീകരിക്കണില്ല അല്ലേ? ഭഗവാന് പായസം കൊടുത്തു വെച്ച് ഭഗവാൻ കുടിക്കാനൊന്നും പുറപ്പെട്ടില്ല. കുടിച്ചതിൻ്റെ കഥ നമ്മൾ ഗുരുവായൂർ പോയാൽ നെന്മനി ഉണ്ണിയുടെ കഥയായിട്ട് കേൾക്കാം, കമ്മിറ്റിക്കാര് ചീത്ത പറഞ്ഞത്. അപ്പോ പറഞ്ഞു വരുന്നത്, ഭഗവാൻ എന്താ ചെയ്യണത്? ഇങ്ങോട്ട് തരുന്നതൊക്കെ തിരിച്ചു തരുന്നുണ്ട്. പ്രതിമുഖസ്യ യഥാ മുഖശ്രീ അല്ലേ? കണ്ണാടിയിൽ നോക്കി നമ്മുടെ നെറ്റിയിലൊരു പൊട്ട് വയ്ക്കുമ്പോ ആ പ്രതിബിംബത്തിൽ എപ്രകാരം അത് പ്രതിഫലിക്കുമോ അതുപോലെ ബിംബസ്വരൂപനായ ഭഗവാന് നൽകുന്നതെല്ലാം ഭഗവാൻ തിരിച്ചു തരുന്നുണ്ട്. എല്ലാ തരത്തിലും അങ്ങയുടെ ഉഗ്ര നരസിംഹ രൂപം കണ്ട് ലോകം മുഴുവൻ കിടുകിട വറയ്ക്കണത് കണ്ടു ഞാൻ. അട്ടഹാസം കേട്ടപ്പോ ബ്രഹ്മാദി ദേവന്മാര് പോലും കിടുകിട വറച്ചു എന്നറിഞ്ഞു ഞാൻ. പക്ഷേ സത്യം പറയട്ടെ ഭഗവാനെ, നാഹം ബിഭേമി അജിത തേ അതിഭയാനകാസ്യ ജിഹ്വാർക്ക നേത്രഭൃഗുഡീ രഭസോഗ്രദംഷ്ട്രാൽ. എനിക്ക് അങ്ങയുടെ ഈ കടിച്ചു പിടിച്ച ദംഷ്ട്രകൾ കണ്ടിട്ടോ ഉണ്ടക്കണ്ണുകൾ കണ്ടിട്ടോ അട്ടഹാസം കേട്ടപ്പോഴോ ഒരു പേടി ഉണ്ടായില്ല. എനിക്ക് അങ്ങയെ ഒരു പേടി ഉണ്ടായില്ല. ഇത് കേട്ടപ്പോ ബ്രഹ്മാവ് 4 വായയും പൊളിച്ചു നിന്നു. കാരണം നരസിംഹമൂർത്തിയുടെ അട്ടഹാസം ഇവിടുന്ന് മുഴങ്ങിയതും ആദ്യം എണീറ്റ് തുള്ളിയാള് ബ്രഹ്മാവാണത്രേ അല്ലേ? സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപൗ കർണൗ സമാചൂർണയത് ആകൂർണജഗദണ്ഡകുണ്ഡകുഹരോപി അംഭോജഭൂവിഷ്ഠരാൾ. ബ്രഹ്മാദികൾ പോലും യാതൊരു അട്ടഹാസം കേട്ട് യാതൊരു നരസിംഹമൂർത്തിയെ ഭയന്നുവോ, ആ നരസിംഹമൂർത്തിയുടെ മടിത്തട്ടിലിരുന്നൊരു 5 വയസ്സുള്ള പ്രഹ്ലാദൻ പറയണു, എനിക്ക് അങ്ങയെ ഭയമില്ല. സിംഹത്തിന്റെ അടുത്ത് പോവാൻ, സിംഹത്തിന്റെ മടിയിൽ കയറിയിരിക്കാൻ സിംഹക്കുട്ടികൾ ഭയക്കാറില്ലല്ലോ. അങ്ങയുടെ ഉണ്ണിയായ എനിക്ക് അങ്ങയെ ഒരു തരത്തിലും ഭയം തോന്നണില്ല. പക്ഷേ ഞാൻ ഭയക്കുന്നു, എനിക്ക് പേടിയുണ്ട്. എന്തിനാ ഭയക്കുന്നത്? സംസാരചക്രകഥനാൽ ഗ്രസതാം പ്രണീത. ഈ ലോകത്ത് എത്രയോ ജീവജാലങ്ങളെ ജനിപ്പിച്ചും മരിപ്പിച്ചും പലവിധത്തിലുള്ളതായ പ്രാരബ്ധങ്ങളെ അനുഭവിപ്പിച്ചും വട്ടം ചുറ്റിക്കുന്നതായ സംസാരചക്രം, സംസാര പ്രാരബ്ധം. ആ പ്രാരബ്ധത്തിലേക്ക് എന്നെ വലിച്ചിടരുതേ ഭഗവാനെ. ജനനം പുനരഭിജനനം പുനരഭിമരണം എന്നീ മട്ടില് എത്രയോ കാലങ്ങളായി ഈ സംസാര പ്രാരബ്ധ ചക്രത്തിൽ കിടന്ന് ചുറ്റുന്നു ഓരോ ജീവനും. ആ ജീവനെ കാരുണ്യത്തോടു കൂടിയിട്ട് കരകയറ്റണേ എന്ന ഭാവത്തില് അതിഗംഭീരമായി പ്രഹ്ലാദൻ സ്തുതിക്കുന്നു. സ്വതവേ എത്രയോ അവതാരങ്ങൾ അങ്ങ് എടുത്തിട്ടുണ്ട്. പല വിധത്തിലുള്ളതായ അവതാരങ്ങൾ അങ്ങ് സ്വീകരിച്ചിട്ടുണ്ട്. ആ അവതാരങ്ങളെ കൊണ്ടൊക്കെ അങ്ങയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ധർമ്മം മഹാപുരുഷപാസി യുഗാനുവൃത്തം. ഓരോ യുഗങ്ങളിലും അതാത് യുഗത്തിൻ്റെ ധർമ്മത്തെ നിലനിർത്താനായിട്ടാണ് അങ്ങയുടെ അവതാരം. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആദിബീജമായിരിക്കുന്നതായ അങ്ങയെ ആർക്ക് കണ്ടെത്താൻ സാധിക്കും? ബ്രഹ്മാവ് പോലും താനിരിക്കുന്ന താമരയുടെ അറ്റം അന്വേഷിച്ച് തപസ് ചെയ്തിട്ടല്ലേ അവസാനം അങ്ങയെ കാണാൻ സാധിച്ചത്. പിന്നെ സർവവിധത്തിലും അങ്ങയെ സാക്ഷാത്കരിച്ച യോഗീശ്വരന്മാര് ഈ ലോകത്തോട് ബന്ധമില്ലാതെ മൗനമായിട്ട് സഞ്ചരിക്കുന്നു എന്നുണ്ടെങ്കിൽ
അത്തരക്കാരോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് കിട്ടിയതായ ഭഗവത് ഭക്തി, എനിക്ക് കിട്ടിയതായ ഭഗത് ഭക്തി, ഭജനാനന്ദം, അത് മറ്റുള്ളവരിലേക്ക് കൂടി പാടിപ്പകർന്നു കൊടുക്കുമ്പോഴാണ് ഭക്തി ഉത്തമമായി തീരുന്നത് എന്ന് എൻ്റെ അഭിപ്രായം. സർവവിധത്തിലും എൻ്റെ ഇന്ദ്രിയങ്ങൾ ജിഹ്വൈകതോ അച്യുത വികർഷതി മാ വിതൃപ്താശിഷ്ണോന്യതസ്ത്വകുദരം ശ്രവണം കുതശ്ചിൽ. അങ്ങയെ സേവിക്കാനും അങ്ങയെ ആശ്രയിക്കാനുമുള്ളതായ അവസരം കിട്ടിയാലും ഈ ഇന്ദ്രിയങ്ങൾ ചിലപ്പോ അങ്ങയെ വിട്ട് മറ്റു പല കാര്യങ്ങളിലേക്ക് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അല്ലേ? ഇവിടെ ഇപ്പോ ഭാഗവതം കേൾക്കാനാ വന്നിരിക്കണത് എന്നാ വിചാരം എല്ലാവരും. അല്ലേ? 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 ഇപ്പോഴും ഒരു 5 ആളാ മറ്റേ അതേന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോ നമ്മളൊക്കെ ഭാഗവതം കേൾക്കാനാ വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോ കേൾക്കേണ്ടത് ഭാഗവതം മാത്രമാണ്, കാണേണ്ടത് ഈ ഭഗവാനെ മാത്രമാണ്. പക്ഷേ ഭഗവാനെയാണോ അധികം കാണുന്നത്? ഇതാരാ വരുന്നത്, ഇതാരാ പോണത്, ഇയാളെന്തിനാ ഇപ്പൊ ഈ ഭാഗത്തുനിന്ന് വരേണ്ട ആവശ്യം? അല്ലേ? ഇത്രയും സ്പീക്കർ വെച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ നിലവിളിക്കണമുണ്ട്. എന്നാലും തൊട്ട് പിറകിലെ കസേരയെന്ന് ആരോ പരദൂഷണം പറയുമ്പോൾ ചെവിക്ക് താല്പര്യം ഈ ഭാഗവതം കേൾക്കാനല്ല. എന്താ ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ കാര്യമില്ലേ? ഒന്നുകൂടെ പറയൂ. എന്തേ അതിനെന്തൊരു സ്വാദ അറിയോ? അല്ലേ? ജനാനാം പീയൂഷം ഭവതി മഹതാം ദോഷകണിക. ചിലർ അമൃത് കുടിക്കണ പോലെ കുടിക്കും പരദൂഷണം എന്നാ മേൽപ്പത്തൂര് പറയുന്നത്. അപ്പോ ഭഗവാന്റെ മുൻപിലേക്ക് എത്തിയാലും ഈ ഇന്ദ്രിയങ്ങള് ഭഗവാനിലേക്ക് ശ്രദ്ധിക്കാൻ ചിലപ്പോ നമ്മളെ സമ്മതിക്കില്ല. അപ്പൊ പ്രഹ്ലാദൻ പറയണത് എന്താ അറിയോ? ഏതേത് ഇന്ദ്രിയമാണോ അങ്ങയെ വിട്ട് ലൗകികമായ വസ്തുക്കളിലേക്കാണ് സുഖം എന്ന ഭാവത്തിൽ എന്നെ പിടിച്ചു കൊണ്ടുപോണത്, അതാത് ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ ശിക്ഷിച്ചിട്ടാണെങ്കിലും അങ്ങയുടെ ആനന്ദം അങ്ങയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് സാധിക്കണം. അല്ലേ? കൂട്ടം തെറ്റിപ്പോകുന്നതായ ആടുമാടുകളെ എപ്രകാരം ഒരു ചൂരൽ വടി കൊണ്ട് അതിനെ മേയ്ക്കുന്ന ആ ആട്ടിടയൻ ശിക്ഷിച്ചിട്ടാണെങ്കിലും തളിച്ചിട്ടാണെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണെങ്കിലും ഒരേ ഭാവത്തിലേക്ക് ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണത്, അതുപോലെ എൻ്റെ 5 ഇന്ദ്രിയങ്ങള് വിഷയപ്പുല്ല് തേടി ഒരു പക്ഷേ അങ്ങയെ വിട്ട് വേറെ എവിടേക്കെങ്കിലൊക്കെ പോകണുണ്ടെങ്കിൽ ആനന്ദം ഭഗവാനിലാണ് എന്ന ഭാവത്തില് അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ചേർത്ത് വയ്ക്കാൻ എനിക്ക് സാധിക്കണേ തുടങ്ങി അതിഗംഭീരമായി പ്രഹ്ലാദൻ സ്തുതിച്ചു എന്ന് മാത്രം പറയാം. പ്രഹ്ലാദ സ്തുതി തന്നെ ഒരു സപ്താഹത്തിന് പറയാനുള്ള അറിവുണ്ട് അതിൽ. ഏതായാലും ഒടുവിൽ പ്രഹ്ലാദൻ പറഞ്ഞു, ഷഡംഗയാ കിം ഭക്തിം ജന പരമഹംസഗതോ ലഭേത. എൻ്റെ 6 ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെ ഓരോന്നും ഭഗവാനെ അങ്ങയ്ക്ക് സന്തോഷമുള്ളതാക്കി തീർക്കാൻ എനിക്ക് സാധിക്കണം. ഞാൻ എൻ്റെ നാവ് കൊണ്ടൊരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് ഗുരുവായൂരപ്പന് സന്തോഷമുള്ളതാവണം. ഞാനൊരു കൈകൊണ്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കണം. ഈ കാലുകൊണ്ടൊരടി വയ്ക്കുമ്പോൾ അത് ഭഗവാന് സന്തോഷാവണം. ഇങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും യദ്യൽ കർമ്മ കരോതി തത്തദഖിലം ശംഭോ തവാരാധനം. അങ്ങയ്ക്കുള്ളതായ ആരാധനയാക്കി തീർക്കാൻ എനിക്ക് സാധിക്കണേ. ജപോ ജൽപശില്പം സകലമഭിമുദ്രാവിരചനാഗതി പ്രാദക്ഷണ്യക്രമണമശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാൽ പ്രണദൃശ സപര്യാപര്യായ തവ ഭവതു എന്മേ വിലസിതം. ശങ്കരാചാര്യ സ്വാമികള് സൗന്ദര്യലഹരിയിൽ ഭഗവതിയോട് പറയുന്നുണ്ട്, ജപോ ജൽപ്പ, എൻ്റെ ഈ നാവിൽ നിന്ന് വരുന്നതായ ജൽപ്പനങ്ങള് അതെന്താവട്ടെ, അക്ഷരാണാം മകാരോസ്മി, ഓരോ അക്ഷരവും ക്ഷരമില്ലാത്ത അങ്ങയുടെ ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ ശബ്ദവും ഓരോ ജൽപ്പനവും അങ്ങയ്ക്കുള്ള സ്തുതികളല്ലേ?
സർവചരാചരങ്ങളിലും ഒരു ശിലയെ പോലും നമ്മൾ ശങ്കരനായിട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ, ശിവനായി കാണുന്നു എന്നുണ്ടെങ്കിൽ, സകലമപി ശില്പം, ഈ കാണുന്നതായ സകല ശരീരങ്ങളിലും അങ്ങുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യാവണ്ടേ? ഞാൻ കഴിക്കുന്നതായ ഭക്ഷണം അത് അങ്ങയ്ക്കുള്ളതായ അമ്മയ്ക്കുള്ളതായ നിവേദ്യമായിട്ട് തീരട്ടെ. ഞാൻ ചെയ്യുന്നതായ നടത്തം അമ്മയ്ക്കുള്ള പ്രദക്ഷിണമായിട്ട് തീരട്ടെ. അല്ലേ? അപ്പുറത്തേക്ക് പോകണം, ഭക്ഷണം കഴിക്കണമെങ്കിലേ അപ്പുറത്തേക്ക് പോകണം. അപ്പം എന്താ ചെയ്യുക? കഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പോവുക, എന്നാലോ കഴിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ വരിക. ഏതായാലും നടക്കണം. അപ്പം എന്തായി? പ്രദക്ഷിണായില്ലേ? അപ്പോ ഇത്തരത്തില് ചെയ്യുന്നതായ ഓരോ കാലടിയും ഭഗവാനുള്ള പ്രദക്ഷിണമായിട്ട്, ഭഗവതിക്കുള്ള പ്രദക്ഷിണമായിട്ട് തീരട്ടെ എന്ന ഭാവത്തില് ആ പ്രഹ്ലാദൻ സ്തുതിച്ചു. സ്തുതി അങ്ങ് കഴിഞ്ഞതും പ്രഹ്ലാദ ഭദ്രഭദ്രം തേ പ്രീതോഹം തേ അസുരോത്തമ. ഭഗവാൻ നരസിംഹമൂർത്തി തലകൊലുക്കി സന്തോഷിച്ചുകൊണ്ട് വിളിച്ചു, പ്രഹ്ലാദ, നന്നായി, നന്നായി. നിന്നെപ്പോലൊരു പരമഭക്തൻ എനിക്ക് വേറെ ഇല്ല. നീ ആള് ചില്ലറക്കാരനല്ല കേട്ടോ. എന്താ? ദർശനം ദുർലഭം ഹിമേ. സ്വതവേ ഞാൻ ഇങ്ങനെയൊന്നും അവതരിക്കുന്ന ആളല്ല, ഇത്ര പെട്ടെന്നൊന്നും അവതരിക്കുന്ന ആളല്ല. കുറേ കാലം സ്വാധ്യായം തുടങ്ങിയിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഞാൻ അവതരിക്കുള്ളൂ. പക്ഷേ ഈ തൂണിലുണ്ട് എന്ന് നീ പറയുമ്പോഴേക്കും ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നില്ലേ, വരണ്ടി വന്നില്ലേ എനിക്ക്. അപ്പോ നീ പരമഭക്തൻ തന്നെയാണ്. ഏതായാലും നിനക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും ഭംഗിയായ ഒരു അവതാരലീല നടത്തി. എന്ത് വരമാ വേണ്ടത്? എന്ത് വരം വേണമെങ്കിലും. സ്തുതിയൊക്കെ കേട്ടപ്പോളേ വലിയ സന്തോഷമായി. എന്ത് വരാ വേണ്ടത് ചോദിച്ചോളൂ. ഇത് കേട്ടപ്പോൾ പ്രഹ്ലാദൻ ഭഗവാന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. അസലായി. ഞാനിപ്പോൾ ഇത്ര സമയം അങ്ങയെ സ്തുതിച്ചത്, ഈ സ്തുതിയൊക്കെ കഴിഞ്ഞാൽ അങ്ങയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് അങ്ങ് കരുതിയെങ്കിൽ അങ്ങയ്ക്ക് തെറ്റി. യഥാ വണിക്ക്, ഞാനൊരു കച്ചവടക്കാരനല്ല. അല്ലേ? കച്ചവടക്കാര് നമ്മളെ സ്നേഹിക്കാറുണ്ട്. കച്ചവടക്കാർക്ക് അല്ലേ എന്തൊരു സ്നേഹ. വലിയ വലിയ ജ്വല്ലറിയിലും ടെക്സ്റ്റൈൽസിലൊക്കെ പോയാൽ അവർ കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുതരും, നമ്മുടെ കുട്ടിക്ക് ബലൂണ് കൊടുക്കും, സാറേ എന്നൊക്കെ വിളിക്കും, ചായ കൊണ്ടുതരും. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും, അയ്യോ എൻ്റെ വീട്ടുകാർ ഇതുവരെ എനിക്കിങ്ങനെ സ്നേഹം തന്നിട്ടില്ല. പക്ഷേ നമ്മൾ അറിയണം, എന്ത്? ഒരു ഗ്ലാസ് ചായ ഇപ്പുറത്ത് തരുന്നുണ്ടെങ്കിൽ 1.5 കിലോ ചായപ്പൊടിയുടെ പൈസ അപ്പുറത്ത് കിട്ടുന്ന ഉറപ്പിച്ചിട്ടുള്ള ചായ അത്. അല്ലേ? ഇതുപോലെ എന്തെങ്കിലും ഭഗവാൻ അങ്ങോട്ട് കൊടുക്കണത് അവിടുന്ന് അതിനേക്കാൾ മുഴുത്തതിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു മേടിക്കാനാണെങ്കിൽ അത് കച്ചവടമായി പോവില്ലേ? അതുകൊണ്ട് എനിക്ക് വരങ്ങളൊന്നും ആവശ്യമില്ല. ഇത് കേട്ടപ്പോൾ നരസിംഹമൂർത്തി പറഞ്ഞു, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ ഒരു നാമം ജപിച്ചാൽ അതിൻ്റെ പിറകിൽ എത്ര വലിയ ലിസ്റ്റ് തരുന്നു ആൾക്കാർ എന്നറിയോ? എന്നാലും എൻ്റെ ഗുരുവായൂരപ്പ, ഞാൻ എത്ര നാമം ജപിച്ചു വിട്ടു. അല്ലേ? ഓരോ സ്തോത്രത്തിൻ്റെയും അവസാനം ഉണ്ടാവും ഒരു 4 വരി. എന്ത്? നമ്മൾ ജപിക്കുന്ന സ്തോത്രത്തിൻ്റെയൊക്കെ അവസാനത്തെ 4 വരി വഴിപാട് ബോർഡ് നോക്കിയാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ ബ്രാക്കറ്റ് നോക്കിയിട്ടാണ് നമ്മൾ വഴിപാട് കഴിക്കുക. ഇല്ലേ? കടം തീരുന്നതിന്, ഇന്നതിന്, ഇന്നതിന്. സ്തോത്രമൊക്കെ ജപിക്കുമ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവും ഫലശ്രുതി. അല്ലേ? ഏകകാലേ പടേ നിത്യം മഹാപാപ വിനാശനം, ദ്വികാലം വ്യപ്പടേ നിത്യം ധനധാന്യസം, ത്രികാലം വ്യപ്പടേ നിത്യം മഹാശത്രു വിനാശനം. എന്നാ പിന്നെ ഇതന്നെ ചൊല്ലാം. ഇങ്ങനെ എന്തെങ്കിലും ചൊല്ലണുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ലോകത്തിന്റെ മുൻപിൽ പ്രഹ്ലാദൻ പറയണു, ഭഗവാനെ എനിക്ക് വരങ്ങളൊന്നും ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പ്രഹ്ലാദ. എന്തെങ്കിലും ഒരു വരം ചോദിക്കൂ, ഒരു വരോ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു വരം ചോദിക്കൂ, ഒരു വരോ ആവശ്യമില്ല. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കണം, ഈ ഭഗവാൻ എന്താ ഇപ്പൊ ഈ പ്രഹ്ലാദൻ വരം മേടിക്കാൻ ഇത്ര നിർബന്ധം? മറ്റൊന്നുമല്ല, തന്നെ സ്തുതിച്ചതിന് ഒരു വരം തിരിച്ച് പ്രഹ്ലാദന് കൊടുത്താൽ പിന്നെ പ്രഹ്ലാദനുമായിട്ടൊരു ഒരു കടപ്പാടില്ല. അല്ലേ? നീ എന്നെ ഭജിച്ചതിന് ഞാൻ ഇന്ന സാധനം തന്നില്ലേ, വേഗം ആ ചോന്ന മഷിപ്പ് എന്നെ എടുത്തിട്ട് ഗുരുവായൂരപ്പൻ പേരവിടെ തടഞ്ഞു, ഇനിയിപ്പോൾ ഇയാളുടെ കാര്യം നോക്കണ്ടല്ലോ, അയാൾക്ക് വേണ്ടത് ഞാൻ കൊടുത്തുവല്ലോ.
നേരെ മറിച്ച് ഭഗവാനെ സ്തുതിച്ചു, ഭഗവാനെ ഭജിച്ചു. എന്തു വേണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണമെന്നും പറയുന്നില്ല. ഇത്തരക്കാരെ കൊണ്ടാ ഗുരുവായൂരപ്പൻ ബുദ്ധിമുട്ടുന്നത് അല്ലേ? നമുക്ക് കേൾക്കാം വൈകുന്നേരം ആകുമ്പോൾ അംബരീഷൻ എന്നുള്ള ഒരു രാജാവിൻ്റെ കഥ. നമ്മളൊക്കെ പറയും, എന്തിനാ ഗുരുവായൂരപ്പ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എന്നാൽ ഭഗവാൻ ദുർവാസാവിനോട് അംബരീഷ ചരിത്രത്തിൽ പറയുക, എന്തിനാ അംബരീഷ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അഹം ഭക്തപരാധീന അസ്വതന്ത്ര. അപ്പോ എല്ലാ തരത്തിലും തന്നെ ആശ്രയിച്ച് തനിക്ക് വേണ്ടതെല്ലാം തന്നിട്ടും തിരിച്ചെന്തു വേണം എന്ന് ചോദിക്കുമ്പോൾ ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും യാതൊന്നും വേണ്ട എന്ന് പറയുന്നതായ ഭക്തന്മാര്, ഭാഗവതന്മാര്. പ്രഹ്ലാദ ഒരു വരം എത്രയായിട്ടും ഭഗവാൻ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, എന്നാൽ ഒരു വരം തന്നോളൂ. സമാധാനായി. എന്ത് വരാൻ വേണ്ടത്? എത്ര തവണ അങ്ങ് വരം വേണോ എന്ന് ചോദിച്ചാലും വരം വേണം എന്ന് പറയാൻ എനിക്ക് തോന്നരുത്. ഇങ്ങനൊരു വര എനിക്ക് വേണ്ടത്. നരസിംഹമൂർത്തി തോറ്റു. പരമഭക്തനായി ആ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. സർവവിധത്തിലും ഹിരണ്യകശിപുവിൻ്റെ സംസ്കാരാദി ക്രിയകളെല്ലാം ഭംഗിയായിട്ട് തന്നെ വേണ്ടും വിധം നടത്താൻ, അച്ഛൻ്റെ ആ ചടങ്ങുകളൊക്കെ ഭംഗിയായി നടത്താൻ പ്രഹ്ലാദനോട് നിർദ്ദേശിച്ചപ്പോൾ പ്രഹ്ലാദൻ ആ നരസിംഹമൂർത്തിയോട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ നേരത്തെ ആഗ്രഹമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇപ്പോ ഒരാഗ്രഹം പറയട്ടെ. എന്താ സംശയം? പറയൂ, എന്താ ആഗ്രഹം? യദനിന്ദൽപിതാമേ ത്വാം. എൻ്റെ അച്ഛൻ ഹിരണ്യകശിപു എന്നെ പല വിധത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷേ ഭഗവാനെ, അങ്ങയെ നിന്ദിച്ചു പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛന് നരകയാതന തന്നെ ഉണ്ടാവുള്ളൂ, എനിക്ക് ഉറപ്പാ. പക്ഷേ പുന്നാമ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണല്ലോ പുത്രൻ. അതുകൊണ്ട് ഞാൻ ഒരു പുത്രൻ എന്ന ഭാവത്തിൽ അങ്ങയോട് പറയാണ്, ഒരിക്കലും എൻ്റെ അച്ഛന് നരകയാതന അനുഭവിക്കാൻ ഇടവരുത്തരുത്. ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ആ പ്രഹ്ലാദൻ അച്ഛനോടുള്ളതായ ഭക്തിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, പ്രഹ്ലാദ, നിന്റെ അച്ഛന് മാത്രമല്ല 21 തലമുറ ഇതുവരെ കഴിഞ്ഞതായ അസുരന്മാർക്കും വരാൻ പോകുന്ന 21 തലമുറയിലുള്ളതായ അസുരന്മാർക്കും മോക്ഷത്തെ ഞാൻ കൊടുത്തോളാം. പരമഭാഗവതനായ നിന്നെ എനിക്ക് കിട്ടിയല്ലോ എന്ന ഭാവത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചു. നരസിംഹമൂർത്തി ശാന്തനായി എന്ന് കാണുമ്പോഴേക്കും തൂണിൻ്റെ പിറകുന്നും വാതിലിൻ്റെ മറയെന്നൊക്കെ ഓരോ തലയിങ്ങനെ പൊന്താൻ തുടങ്ങി. മഹാലക്ഷ്മി ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി വന്നാൽ കുഴപ്പമാകുമോ, ചാടുവോ എന്നൊക്കെയുള്ള ഭാവത്തിൽ ഭഗവാൻ ആ തൃക്കണ്ണുകളെ കൊണ്ട് ലക്ഷ്മി ദേവിക്ക് അനുവാദം കൊടുത്തു. ഇനി വന്നോളൂ. ഭഗവാന്റെ അനുവാദങ്ങൾ കിട്ടിയതും സന്തോഷത്തോടെ ആ മഹാലക്ഷ്മി ഓടി വന്ന് ആ നരസിംഹമൂർത്തിയുടെ അരികിലങ്ങനെ ചേർന്നിരുന്നു. ഒരു കൈകൊണ്ട് ലക്ഷ്മീ ദേവിയെ ചേർത്തു പിടിച്ച് മറു കൈകൊണ്ട് പ്രഹ്ലാദന്റെ ശിരസിലേക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിന്ന ആ ഭഗവാനെ, ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം, ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം എന്ന് ബ്രഹ്മാദികൾ സ്തുതിച്ചു. സകല ദേവന്മാരെയും വേണ്ടതുപോലെ അനുഗ്രഹിച്ച് ഭഗവാൻ പറഞ്ഞയച്ചു. എല്ലാവരും ഭഗവാനെ സ്തുതിച്ച് അവിടുന്ന് പോയി. പക്ഷെ ഒരാൾ മാത്രം അവിടെ ബാക്കിയായി എന്നാണ്. ആര്? ബ്രഹ്മാവ്. ബ്രഹ്മാവിന് ഇപ്പോഴും ഒരു സംശയം, ഭഗവാന് തന്നോട് വിരോധം അധികം ഉണ്ടാവും. എന്തേ? ആ ഹിരണ്യകശിപുവിന് വരൊക്കെ കൊടുത്തത് ഞാനല്ലേ? വല്ല വിരോധം ഉണ്ടെങ്കിലോ? അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ വക ഒരു സ്പെഷ്യൽ സ്തുതി. അല്ലേ? എല്ലാവരും പോയതിന് ശേഷം ഭഗവാനെ രഹസ്യമായി കണ്ടൊന്നും കൂടി നമസ്കരിച്ചു ബ്രഹ്മാവ്. സ്തുതിച്ച് നമസ്കരിച്ച് കിടക്കുന്ന ബ്രഹ്മാവിനെ ഭഗവാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ബ്രഹ്മദേവ, ശ്രദ്ധിക്കണേ, ഇനിയെങ്കിലും ആരെങ്കിലും വന്ന് മുഖസ്തുതിയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊന്നും വരം കോരിക്കൊടുക്കരുത്. ഞാൻ എത്ര ദിവസമായി എന്നറിയോ വൈകുണ്ഠത്തിലിരുന്ന് തല പുകഞ്ഞ് ആലോചിക്കണു. അകത്ത് പാടില്ല എന്നാ പുറത്തുനിന്ന് കൊല്ലാച്ച പുറത്തും പാടില്ല, രാത്രി പാടില്ല എന്നാ പകല് കൊല്ലാച്ച പകലും പാടില്ല. ഇങ്ങനെയൊക്കെ വരം കൊടുക്കുമ്പോഴേ ഒന്ന് ആലോചിക്കണം, ബുദ്ധിമുട്ടാവണുണ്ട് എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് 4 തലയും കുലുക്കി സമ്മതിച്ചു. അവിടുന്ന് ബ്രഹ്മാവിനെയും അനുഗ്രഹിച്ച് അല്പസമയമേ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ക്ഷിപ്രപ്രസാദിയായ
ക്ഷിപ്രകോപിയായ, ക്ഷിപ്ര ദുഷ്ടനിഗ്രഹം നടത്തിയവനായ ആ ഉഗ്ര നരസിംഹമൂർത്തി തിരിച്ച് നരസിംഹാവതാരം എന്ന തൻ്റെ ലീലാനാടകം കഴിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു ചെന്നള്ളി എന്ന് പറഞ്ഞുകൊണ്ട് രാജസൂയ യാഗവേദിയിൽ ആ ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ളതായ സദാചാര പദ്ധതിയെ, വർണ്ണാശ്രമധർമ്മങ്ങളെ ഒക്കെ വിസ്തരിച്ച് പാടിക്കൊടുത്തുകൊണ്ടാണ് നാരദ മഹർഷി തൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്.